മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കലാമണ്ഡലം സത്യഭാമ എന്ന വ്യക്തി ഇന്നവർ വിവാദ വിഷയമാണ്. എല്ലാ ചാനലുകളും മലയാളികളൊക്കെ സംസാരിക്കുന്നത് ഇവരുടെ ഈ ഭാഷാ പ്രയോഗത്തെ പറ്റിയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ എന്നതാണ് ഇപ്പോൾ കാണുന്ന ഒരു സ്ഥിതി. അവരുടെ ആ ഭാഷയും ആ ശൈലിയും ഒന്നും ഇഷ്ടപ്പെടുന്നവരല്ല, അല്ലെങ്കിൽ അത് പറഞ്ഞത് ശരിയായില്ല എന്ന അഭിപ്രായക്കാർ തന്നെയാണ് കൂടുതലും. പിന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവർ കമ്മിയാണ്, അവർ കൊങ്ങിയാണ്, അവർ സംഖ്യയാണ് എന്നൊക്കെ തരത്തിൽ പറയുന്നുണ്ട്. അവർ കമ്മിയായാലും ശരി, കൊങ്ങിയായാലും ശരി, സംഖ്യയായാലും ശരി, അവരുടെ മനോഭാവം ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഇപ്പോഴും ഈ വർത്തമാന കാലത്ത് പോലും സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പലരും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മൾ ചില ടെലിവിഷൻ ചാനലുകളിലെ ഹാസ്യ പരിപാടി എന്ന പേരിൽ കാണുന്ന പലതിലും ഇതേപോലെ തന്നെ റേസും അതേപോലെ തന്നെ അഡൽട്ട് ജോക്കുകളും സ്ത്രീകളെ മോശക്കാരായിട്ടുള്ള തമാശ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തോ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി പോയി, അല്ലെങ്കിൽ ഇതിനെ ആ രീതിയിൽ തന്നെ കാണണം എന്ന ഒരു ചിന്താഗതി പലർക്കും ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്നത് നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാം. പക്ഷേ എത്ര ധൈര്യമെന്ന് നോക്കൂ, അവരൊരു ക്യാമറയുടെ മുന്നിൽ, മൈക്കിന് മുന്നിൽ ഒരു ഉടുപ്പുമില്ലാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവന് കാക്കയെ പോലെ കറുപ്പ് നിറമാണെന്നും ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ച് നിന്ന് ചെയ്യേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപക്ഷെ എല്ലാ മാസവും മലയാളത്തിലെ മുഖ്യധാരയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചാനലിൽ തന്നെ 1-2 തവണ കാണിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയുണ്ട്. മണിച്ചിത്രത്താഴ് എന്നാണ് ആ സിനിമയുടെ പേര്. ഞാനുൾപ്പെടെ നിങ്ങൾ കാണുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഒന്നിലധികം തവണ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അത് നമുക്ക് കേട്ടറിവാണ്. അതിൻ്റെ അവസാനം ശോഭനയുടെ കൂടെ ഡാൻസ് ചെയ്യേണ്ടിരുന്ന വ്യക്ി നടൻ വിനീതായിരുന്നു എന്നും, എന്നാൽ വിനീതിന് ആ സമയത്ത് ഡേറ്റ് ഇല്ലാത്തതിനാൽ മറ്റൊരാളെ കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് ഇന്നും ആ പകരം ഒരാൾ വന്നെങ്കിലും അയാൾ അതിന് ചേരാത്ത ഒരാളാണ് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം അയാളുടെ രൂപം എന്തോ ആയിക്കോട്ടെ, വിനീതിൻ്റെ അത്രയും ഒരുപക്ഷെ നമുക്ക് കണ്ടുപരിചയമില്ലാത്ത വ്യക്തിയായിരിക്കാം, ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ ശോഭനയുടെ ഒപ്പം തന്നെ അദ്ദേഹം നന്നായിട്ട് തന്നെ ആ റോൾ അല്ലെങ്കിൽ ആ നൃത്തം അവതരിപ്പിച്ചു. നമുക്കത് ഇന്നും ഇഷ്ടമാണ്. വിനീത് ഇല്ലായിരുന്നുവെങ്കിലും കുഴപ്പമില്ല എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. എന്തുകൊണ്ടാണ്? ആ രൂപത്തെ അദ്ദേഹത്തെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ അവിടെ വിനീതിൻ്റെ രൂപമായിരുന്നോ മറ്റൊരാളുടെ രൂപമായിരുന്നോ എന്നതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അയാളുടെ കല, അയാളുടെ കഴിവ് അയാൾ നന്നായിട്ട് തന്നെ വിനിയോഗിച്ചു. നമുക്കത് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഈ RLV രാമകൃഷ്ണൻ എന്ന വ്യക്തി കറുപ്പാണോ വെളുപ്പാണോ, അയാളുടെ ആകാരഭംഗി, ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രാധാന്യമുള്ള കാര്യമാണെന്ന്. കാരണം നൃത്തം ചെയ്തത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്കുള്ള ആടയാഭരണങ്ങൾ, മേക്കപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചന്തം കൂട്ടാൻ വേണ്ടിയിട്ട്. അതെത്ര ചന്തമില്ലാത്ത പെണ്ണാണെങ്കിലും ശരി, ആണാണെങ്കിലും ശരി, ആ വേഷങ്ങളുമൊക്കെ ഇട്ട് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ കാണുന്നവരിലേക്ക് ആ ഭംഗി തോന്നിപ്പിക്കേണ്ടത് അവരുടെ കഴിവ് വെച്ചിട്ടാണ്, അവരുടെ നൃത്തങ്ങൾ വെച്ചിട്ടാണ്. അത് മോഹിനിയാട്ടമാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റേതെങ്കിലും കലയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിൽ ആൾ ശോഭിക്കുന്നുണ്ടോ, ഭംഗിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ആളിൻ്റെ രൂപമോ നിറമോ ഒന്നുമല്ല അവിടെ പരിഗണിക്കേണ്ടത്. കഷ്ടമെന്നേ പറയാനുള്ളൂ. 70 വർഷത്തിന് മുകളിലായിട്ട് നവോത്ഥാന പാർട്ടികളായിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചുകൊണ്ടിരുന്നിട്ടും കേരളത്തിൽ ഇത്തരം ചിന്താഗതിയുള്ള ആളുകളുണ്ട് എന്ന് വരുന്നത് എന്താ ഇതിനൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടത് എന്നറിയില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.